അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാർബൺ ഷീറ്റ് എടുക്കുക. ഞാനിവിടെ യെല്ലോ കാർബണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ട്രേസിങ് പേപ്പറിലേക്ക് ഡിസൈന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ട്രേസിങ് മെത്തേഡിൻ്റെ പൗഡർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് ട്രേസിങ് പേപ്പറിൽ എങ്ങനെയാണ് പിക്ചർ വരച്ചെടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രേസിങ് പേപ്പറിൽ ട്രേസ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഏതിലാണോ പകർത്തേണ്ടത് ആ മെറ്റീരിയൽ ആ ക്ലോത്ത് എടുത്ത് വയ്ക്കുക. പിന്നെ ക്ലോത്ത് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കാർബൺ ഷീറ്റ് ഉപയോഗിച്ചാണ് ക്ലോത്തിലേക്ക് ഡിസൈന് പകർത്തുന്നതെങ്കിൽ നമ്മൾ എന്താണ് വിത്തൗട്ട് ഫ്രെയിമിൽ വേണം ചെയ്യാൻ. ഫ്രെയിമിലിട്ട് ചെയ്യരുത്. ഡിസൈൻ ശരിയാവണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിമിലിടുന്നതിന് മുമ്പ് തന്നെ ക്ലോത്ത് നല്ല നീറ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിസൈന് ട്രേസ് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളെന്താ ഒരു നോട്ട്ബുക്ക് അങ്ങനെ എടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മേളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഏതാ പകർത്തേണ്ടത് ക്ലോത്തിനെ എടുത്ത് മേളിലോട്ട് വയ്ക്കുക. ഓക്കെ. എന്നിട്ട് എന്താണ് പകർത്തേണ്ട ഡിസൈന് ട്രേസിങ് പേപ്പറിനെ ആദ്യം പ്ലേസ് ചെയ്യുക. ഞാൻ ഈ ഫ്ലവറാണ് ഇവിടെ ഞാൻ പകർത്താൻ പോകുന്നത്. സോ എനിക്ക് ഇവിടെയാണ് പകർത്തേണ്ടത്. സോ അവിടേക്ക് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. നല്ല നീറ്റായിട്ട് ക്ലോത്ത് നല്ല നീറ്റായിട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അവിടേക്ക് എൻ്റെ ട്രേസിങ് പേപ്പറിനെ വയ്ക്കുക. എന്നിട്ട് ഈ ക്ലോത്തിനും ഈ ട്രേസിങ് പേപ്പറിനും ഇടയിലേക്ക് എന്ത് ചെയ്യുക, കാർബൺ ഷീറ്റിനെ കൊണ്ടുവന്ന് വയ്ക്കുക. കണ്ടോ? ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് ഞാനിപ്പം ബാൾ പിന്നൊന്നും സെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റിനും ബാൾ പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ചെറിയ ഡിസൈനൊക്കെ നമ്മൾ ബാൾ പിൻ സെറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ നല്ല രീതിയിലൊന്ന് പിടിച്ച് വെച്ചിരുന്നാൽ മതി. നമ്മൾ ആദ്യം ക്ലോത്ത് ഇടണം. അതിന് മുകളിൽ നമ്മൾ ട്രേസിങ് പേപ്പർ സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ പതിയെ കാർബൺ ഷീറ്റിനെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് ഡിസൈന് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈന് ട്രേസ് ചെയ്ത ഡിസൈൻ്റെ മുകളിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ട്രേസിങ് പേപ്പറിൽ ഒരുപാട് പ്രസ് ചെയ്ത് വരയ്ക്കരുത്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൽ നല്ല വൃത്തിയായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ ഡിസൈൻ്റെ മുകളിലേക്ക് പെൻസിൽ കൊണ്ട് പതുക്കെ വരച്ചു കൊടുക്കുക. എപ്പോഴും പറയാണ് ഒരുപാട് പ്രസ് ചെയ്ത് ട്രേസിങ് പേപ്പറിൽ വരയ്ക്കരുത്. കാരണം ട്രേസിങ് പേപ്പർ തിന്നാണ്, കീറിപ്പോകും. നിങ്ങൾക്ക് പെൻസിലല്ല പേന കൊണ്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത് ഈ കാർബൺ ഷീറ്റിലേക്ക് ചെയ്യുമ്പോൾ പേന കൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വരച്ചത് ഏതാ വരയ്ക്കാത്തത് ഏതാണെന്ന് അറിയാൻ പറ്റും. പകർന്നിട്ടുണ്ടോ എന്ന് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കണ്ടോ? അപ്പം നമുക്ക് അറിയാൻ പറ്റും. ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസൈന് പകർത്തി. കണ്ടോ? നമ്മൾ നല്ല രീതിയിൽ ഡിസൈന് പകർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡിസൈന് ക്ലോത്തിലേക്ക് കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലെയാണ് ട്രേസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വരച്ച ട്രേസിങ് പേപ്പർ ഒരു വട്ടം യൂസ് ചെയ്തിട്ട് കളയണമെന്നില്ല. നിങ്ങൾക്ക് ഈ ട്രേസിങ് പേപ്പറിൽ ചീത്തയാവുന്നത് വരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. 2ഉം 3ഉം വട്ടമൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ട്രേസിങ് പൗഡർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തില്ലേ,
അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ പുറത്ത് തേച്ച ആ പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിവിട്ട് കളഞ്ഞാൽ അതങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. 2ഉം 3ഉം വട്ടമൊക്കെ ചെയ്യാം. അതിൽ യെല്ലോ കാർബൺ പോലെ തന്നെ വൈറ്റ് കാർബണും കിട്ടാനുണ്ട്. സോ ബ്രൈറ്റ് കളേഴ്സിന് നിങ്ങൾ വൈറ്റ് യൂസ് ചെയ്യുക, ലൈറ്റ് കളേഴ്സിന് നിങ്ങൾ യെല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.